ഇന്നത്തെ ടെസ്റ്റിമോണിയൽസ് സമീറ ഷിഹാബ് നമ്മുടെ ബദാം മിൽക്ക് ട്രൈ ചെയ്തിട്ട് ഈ ഫോട്ടോ അയച്ചിട്ടുണ്ട്. നല്ല ഐസ്ക്രീമൊക്കെ ഇട്ട് അലങ്കരിച്ച് നമ്മുടെ ബദാം മിൽക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ ഒരുപാട് ഹാപ്പി. താങ്ക് യു. റമദാനായിട്ട് ഒരുപാട് പേര് നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ. ഫുൾ ടൈം കിച്ചണിലാണോ? എന്നാൽ മറക്കാണ്ട് ടെസ്റ്റിമോണിയൽസ് അയക്കണം കേട്ടോ. നിങ്ങളുടെ ഫോട്ടോസ് കാണുമ്പോൾ എപ്പോഴും സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സിമ്പിൾ നാടൻ മുട്ടക്കറി. ഈ റെസിപ്പി എൻ്റെ ബ്ലോഗിൽ ഒരുപാട് വർഷമായിട്ടുള്ളതാണ്. ബ്ലോഗിൽ ഒരുപാട് ഹിറ്റ്സ് കിട്ടാറുണ്ട്. അതുകൊണ്ട് മലയാളത്തിലേക്കും കൂടി വേഗം ആക്കാമെന്ന് ഓർത്ത് ഇപ്പോൾ റമദാനായിട്ട് അത്താഴത്തിനൊക്കെ എണീക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു കറി എനിക്ക് കണ്ണടച്ചുണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നമുക്ക് കണ്ണടച്ചുണ്ടാക്കാൻ പറ്റിയ 2-3 ഐറ്റംസ് ഇല്ലേ, പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട എന്നാലും നന്നാവണ 2-3 ഐറ്റംസ്. അതിൽ പെടും എൻ്റെ ഈ മുട്ടക്കറി. ഇതിൽ വേണമെങ്കിൽ പുഴുങ്ങിയ മുട്ട ഇടാം, പക്ഷേ എനിക്ക് ഇഷ്ടം പൊട്ടിച്ചൊഴിച്ച് ഇടുന്ന മുട്ടയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതിനു വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ. പിന്നെ ഈ മുട്ടക്കറി നമുക്ക് അപ്പം, പത്തിരി, ഇടിയപ്പം, പുട്ട് എല്ലാത്തിനും ഏറ്റവും നന്നായിട്ട് ചേർന്ന് പോകുന്നതാണ് കേട്ടോ. നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സവാള വേണം. ഒരു 2 ഇടത്തരം സവാള ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചത്, അല്ലെങ്കിൽ വലിയൊരു സവാള. 2 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഇഞ്ചിയും ചോപ്പ് ചെയ്തത്. പച്ചമുളക് ടേസ്റ്റിനനുസരിച്ച്, ഒരു പിടി കറിവേപ്പില, പിന്നെ മസാലപ്പൊടികൾ വേണം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. പെരിഞ്ജീരകപ്പൊടി ഈ റെസിപ്പിക്ക് പ്രധാനപ്പെട്ടതാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മസാലപ്പൊടികൾ കൂടുതലൊന്നും ഉപയോഗിക്കുന്നില്ല, ഈ ലൈറ്റായിട്ടുള്ള മെഷേഴ്സ് ഉള്ളൂ. മുളക് പൊടി വേണമെങ്കിൽ ശകലം കൂടുതലെടുക്കാം. ഉപ്പ് പാകത്തിന്. പിന്നെ 1/2 ടീസ്പൂൺ നാടൻ കറി മസാലപ്പൊടിയും കൂടി ചേർക്കാം. അത് ഓപ്ഷണലാണ്. എൻ്റെ നാടൻ കറി മസാലയുടെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തോളൂ. പിന്നെ ഒരു 1.5 മുതൽ 2 കപ്പ് വെള്ളം വേണം. പിന്നെ 1/2 കപ്പ് കോക്കനട്ട് ക്രീമാണെങ്കിൽ 1/2 കപ്പും, 1 പാല് നല്ല കട്ടിയുള്ളതാണെങ്കിൽ 1 കപ്പ് തേങ്ങാപ്പാൽ വേണം. ഇതിനു വേണ്ടി ഞാൻ പാക്കറ്റിലെ തേങ്ങാപ്പാൽ ക്രീമായിട്ട് കിട്ടുന്നത് യൂസ് ചെയ്യാറുണ്ട്. ഒരു കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ 4-5 മുട്ട വേണം. മുട്ട നമ്മുടെ ആവശ്യത്തിന് വേണമെങ്കിൽ കൂടുതലെടുക്കാം. പിന്നെ നോൺ സ്റ്റിക്ക് ഒരു വീതിയുള്ള ഇതുപോലത്തെ പാനും വേണം. നല്ല മൂടിയുള്ളതായിരിക്കണം, അത് ടൈറ്റായിട്ടുള്ള മൂടി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ വട്ടം കുറവുള്ള പാൻ ഉപയോഗിക്കാതിരിക്കാം. ഇതുപോലെ വീതിയുള്ള വൈഡായിട്ടുള്ള പാനാണ് നല്ലത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ. അത് ചൂടായതിന് ശേഷം ആദ്യം ഇഞ്ചി ചോപ്പ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ഇട്ടതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യാം. ഇത് രണ്ടും ചോപ്പ് ചെയ്തതാണ്. ഇനിയിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ മുകളിലത്തെ ഫോട്ടോയിൽ കാണിക്കുന്ന പോലെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്യാം. പക്ഷേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആകുമ്പോൾ സ്പീഡിൽ ഇളക്കി കൊടുക്കണം, അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ആ നല്ല മണം കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് സവാള സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്യാം. ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്യുന്നുണ്ട്. സവാള നന്നായി ഒന്ന് സോഫ്റ്റായി നല്ല ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വരണം. ഒരു 2 മിനിറ്റ് ഓളം എടുക്കും ഇത് വഴറ്റി ഇങ്ങനെ കിട്ടാൻ. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ ഇടാം. നേരത്തെ പറഞ്ഞ അളവിൽ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ലേശം ഗരം മസാല ഇടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇടാം. പിന്നെ ഞാൻ മിക്കപ്പോഴും കറി അവസാനം കഴിയുമ്പോൾ കുറച്ച് ഗരം മസാല ഇടാറുണ്ട്, നമ്മുടെ കറി മസാല. ഈ മസാലപ്പൊടികളിട്ട് നന്നായി ഒന്ന് ഇളക്കി ആ മസാലപ്പൊടിയുടെ നല്ല മൂത്ത മണം കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം.
ആദ്യം വെള്ളവും ഉപ്പും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. അപ്പം നന്നായിട്ട് വെള്ളം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിലും അത് ഡൈല്യൂട്ട് ആവുന്നതുകൊണ്ട് പെട്ടെന്ന് ഇളക്കി കൊടുത്താൽ ഇത് പിരിയൊന്നുമില്ല, പേടിക്കണ്ട. തീ കുറയ്ക്കാതെ തന്നെ സ്പീഡിൽ ഇളക്കിയാൽ മതി, പിരിയൂല. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യണം. ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത്, പിന്നെ ഒരുപാട് കട്ടി ഉണ്ടാവില്ല, കാരണം ഇത് കുറച്ച് നേരം മൂടിയിരിക്കുമ്പോൾ ഒന്നും കൂടി കുറുകി കട്ടിയാവും. അപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ വെക്കാവൂ, ഒന്ന് സിമ്മർ ചെയ്യാൻ പാടുള്ളൂ. ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ ചെറുതായിട്ട് ഇങ്ങനെ തിളയ്ക്കണ കറിയിലേക്ക് നമുക്ക് ഓരോ മുട്ട പൊട്ടിച്ച് ഇങ്ങനെ ചുറ്റും ഈ പാനിൽ ഇട്ട് കൊടുക്കണം. ഓരോ മുട്ട പൊട്ടിച്ച് ഗ്യാപ്പിട്ട് ഒരുപാട് അടുപ്പിച്ചിടാതെ ഇട്ട് കൊടുത്താൽ മതി, ഇളക്കരുത്. ഇപ്പം മുകളിലത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ശകലം ഞാൻ മുളക് പൊടി കൂടുതലിട്ട കറിയാണ്. ഈ കറി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പൈസി ആവില്ല. എരിവാണെങ്കിൽ പച്ചമുളക് ഇട്ട് വെപ്പിച്ചാൽ മതി. മുളക് പൊടിയും ഈ മല്ലിപ്പൊടിയും ഒക്കെ വളരെ കുറവാണ്. 2 ടീസ്പൂണിനേക്കാളും കൂടുതലും മല്ലിപ്പൊടി ഇടണ്ട. അപ്പോൾ മുട്ട എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒട്ടും ഇളക്കരുത്. വേണമെങ്കിൽ ആ പാൻ ഒന്ന് പതുക്കിനെ നനക്കി കൊടുക്കാം. അപ്പോൾ ആ മുട്ടയുടെ വെള്ളം ഒന്ന് ഇത്തിരി പരന്ന് കിട്ടും, ഒന്നും കൂടി നല്ല ടേസ്റ്റാണ്. പക്ഷെ മഞ്ഞ ഇനിങ്ങരുത്. എന്നിട്ട് ഇത് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം മാക്സിമം വളരെ ചെറിയ തീയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ. നമുക്ക് ആ കറി ഇങ്ങനെ കട്ടിയാവുന്നത് കാണുമ്പോഴേ അറിയാം മുട്ട ഇങ്ങനെ വെന്തിട്ടുണ്ടെന്ന്. കുറേ നേരം വേവിക്കരുത്, അപ്പോൾ മുട്ട ഇങ്ങനെ ഹാർഡാവും. നമുക്ക് ആ മുട്ട പോച്ച്ഡ് എഗ് ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം, പക്ഷെ വെന്തിട്ടുണ്ടാവണം. ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച മുട്ട കറി കഴിക്കാൻ നല്ല രസമാണ്. നമ്മുടെ പത്തിരി, ഇടിയപ്പം, പുട്ട് ഇതിനായിട്ടൊക്കെ നന്നായിട്ട് ചേരുന്നതാണ്. നല്ലോണം ചാറും ഉണ്ട് കൂട്ടി കഴിക്കാൻ. ഇപ്പോൾ തുറന്നതിന് ശേഷം വേണമെങ്കിൽ ശകലം തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കുക, വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. പിന്നെ മല്ലിയില വേണം. മല്ലിയില നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഏറ്റവും അവസാനം അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഗരം മസാല ഞാൻ ഏറ്റവും ഒടുവിൽ മുകളിൽ ഇട്ട് കൊടുക്കാറുണ്ട്. എന്നിട്ട് ഇത് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ തീ ഓഫാക്കിയതിന് ശേഷം അവിടെ വെക്കും. അപ്പോൾ ടേസ്റ്റ് ഒന്ന് നന്നായി പിടിക്കും. നിങ്ങളിത് പത്തിരി, ഇടിയപ്പം, പുട്ട് ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തിട്ട് വിവരം അറിയിക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.